വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പ്രിയ പ്രേക്ഷകരെ, നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ജനവിധി പുറത്തു വന്നിരിക്കുന്നു. കടലിരമ്പം പോലെ ആർത്തുലച്ച് വീശിയ UDF കൊടുങ്കാറ്റിൽ ഇടതുപക്ഷത്തിന് വൻ നാശനഷ്ടം. വൻ മരങ്ങൾ പിഴുതെറിയപ്പെട്ട ആ കൊടുങ്കാറ്റിൽ നാടുകാണിയുടെ താഴ്വാരമായ വഴിക്കടവ് മുതൽ മലപ്പുറം ജില്ല ഉടനീളം കനത്ത പ്രഹരമാണ് ഇടതിന് ഏൽക്കേണ്ടി വന്നത്. വിശദമായ കണക്കെടുത്ത് പരിശോധിച്ചാൽ LDFന് ഏറ്റ ആഘാതത്തിന്റെ ആഴം ബോധ്യപ്പെടും. നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിൽ ഒറ്റ പഞ്ചായത്തിൽ പോലും ഭരണമില്ലാത്ത അവസ്ഥയിലേക്കാണ് LDF നിലം പരിശായത്. നിലമ്പൂർ മണ്ഡലത്തിലെ നഗരസഭ UDF തൂത്തുവാരിയപ്പോൾ ഇത്ര വലിയ പരാജയം ഏൽക്കേണ്ടി വരുമെന്ന് മുന്നണി കണക്കുകൂട്ടിയിരുന്നില്ല. ആകെയുള്ള 36 ഡിവിഷനുകളിൽ 28ലും UDF വിജയ തേര് തെളിച്ചു. 7 ഡിവിഷനുകളിലാണ് LDFന് വിജയിക്കുവാനായത്. ഒരു ഡിവിഷനിൽ NDA സ്വതന്ത്രനും വിജയിച്ചു. നിലവിലെ വൈസ് ചെയർപേഴ്സൺ കോവിലകത്ത് മുറിയിൽ പരാജയപ്പെട്ടപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ ഡിവിഷനുകളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. CPM നേതാവ് K. റഹീം പൊട്ടിപ്പാറയിൽ കീഴടങ്ങി. CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന PM ബഷീറിന് മാത്രമാണ് കൊടുങ്കാറ്റിൽ ആടിയുലയാതെ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുവാനായത്. കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് ഒരു വിരുദ്ധമായ ഒരു തരംഗം ആണെന്നാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ വാർത്തകളും വന്ന് കണ്ടിട്ടില്ല. നഗരസഭ ഏതായിരുന്നാലും ഇടതുപക്ഷ വിരുദ്ധ കാറ്റാണ്. ആ കാറ്റിൽ ഞങ്ങളൊക്കെ പ്രഗത്ഭ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി പരിശ്രമിക്കും. മാത്രമല്ല, UDFൽ നിന്നും കൈവിട്ടു പോയിട്ടുള്ള ഒരു നഗരസഭ തിരിച്ചു പിടിക്കണമെന്ന UDFന്റെ പ്രവർത്തകർ വല്ലാണ്ട ഒരു പരിശ്രമവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 8 പേർ ജനവിധി തേടിയ മുമ്മുള്ളിയിൽ ലീഗിന്റെ മുനിസിപ്പൽ സെക്രട്ടറിയായ ഷൗക്കത്ത് അലി കൂമഞ്ചേരി വിജയിച്ചു. നിലമ്പൂരിലെ എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയെന്നോ ലീഗെന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഇല്ലാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുക. BJPയുടെ സിറ്റിംഗ് ഡിവിഷൻ പത്മിനി ഗോപിനാഥിലൂടെ UDF പിടിച്ചെടുത്തപ്പോൾ തൊട്ടടുത്ത ഡിവിഷനായ ആശുപത്രിക്കുന്നിലാണ് NDA ഇത്തവണ സീറ്റ് നേടിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കോവിലത്തുമുറി പോലുള്ള ഒരു വാർഡിനെ 20 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ച് എൻ്റെ പ്രവർത്തകരും നേതൃത്വവും വിചാരിച്ച പോലെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. എന്നെ ഈ പ്രായത്തിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ടിവിടെ മത്സരിക്കാൻ ഏറെ ആഗ്രഹിച്ചു കൊണ്ടേ നിർത്തിയതാണ്. അത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇവരുടെ പ്രതീക്ഷ തകർന്നേനെ. അപ്പോൾ ആ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മാഭിമാനവും കൂടി ഞാൻ പ്രവർത്തകരും ഈ നാട്ടുകാരായിട്ട് പങ്കിടുകയാണ്. ഞങ്ങളുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് BJP ഇവിടെ വിജയിച്ചിട്ടുള്ളത്. മിക്കവാറും ഇനിയും പല ഡിവിഷനുകളിലും വിജയിക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ജനങ്ങൾക്ക് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിലെ നിലമ്പൂരിലുള്ള എല്ലാ ജനങ്ങളുടെയും കൗൺസിലറാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാവിധ പ്രയത്നങ്ങളും ചെയ്യുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നഗരസഭാ ചെയർമാന്റെ ഡിവിഷനായ ഈയമടയിൽ UDF വിജയം നേടി ഭരണവിരുദ്ധ തരംഗമെന്ന ആ വാദത്തിന് കൂടുതൽ ബലമേകി. LDFലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് M കുളക്കണ്ടം ഡിവിഷനിൽ സീറ്റ് നിലനിർത്തിയപ്പോൾ NCP സ്ഥാനാർത്ഥി ചന്തക്കുന്ന് ഡിവിഷനിൽ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ മത്സരിച്ച 9 സീറ്റിലും പരാജയം നേരിട്ട മുസ്ലിം ലീഗ് ഇത്തവണ 7 സീറ്റിൽ വിജയിച്ച് കരുത്തറിയിച്ചു. കോൺഗ്രസ് മത്സരിച്ച 26 സീറ്റിൽ 22 എണ്ണത്തിലുമാണ് വിജയിച്ചത്. 2020 കനത്ത പരാജയത്തിനാണ് നിലമ്പൂരിൽ UDF ഇത്തവണ അതേ നാണയത്തിൽ അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് മറുപടി നൽകിയത്. വിജയത്തിൽ അത്യധികം ആഹ്ലാദത്തിലാണ് നിലമ്പൂരിലെ UDF നേതാക്കളും പ്രവർത്തകരും.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും പഞ്ചായത്തുകളിലും UDFന്റെ തേരോട്ടം. ചുങ്കത്ര, മൂത്തേടം, എടക്കര, ചാലിയാർ, വഴിക്കടവ്, കരുളായി എന്നിവ നിലനിർത്തിയപ്പോൾ അമരമ്പലവും പോത്തുകല്ലും പിടിച്ചെടുത്തത് UDFന് വൻ നേട്ടമായി. വഴിക്കടവ്, മുത്തേടം, ചുങ്കത്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF മിന്നും ജയമാണ് നേടിയത്. നിലമ്പൂർ, വണ്ടൂർ, കാളികാവ് ബ്ലോക്കുകളിലും UDFന്റെ ആ തരംഗം ആഞ്ഞുവീശി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ വണ്ടൂർ മേഖലയിൽ UDFന്റെ തേരോട്ടം. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് നിയോജക മണ്ഡലം പരിധികളിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും UDF തൂത്തുവാരി. ഇടത് കോട്ടയായ തിരുവാലിയിൽ UDF അട്ടിമറി വിജയമാണ് ഇത്തവണ നേടിയത്. മമ്പാടും കരുവാരകുണ്ടും UDF ഭരണം പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആഞ്ഞുവീശിയപ്പോൾ വണ്ടൂർ മേഖലയിലെ പഞ്ചായത്തുകൾ UDF തൂത്തുവാരുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ കാണാനായത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിൽ 14 ഡിവിഷനുകളിലും UDF വിജയിച്ചപ്പോൾ LDF 4 സീറ്റുകളിൽ ഒതുങ്ങി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ 16 സീറ്റുകളിലും UDF വിജയിച്ച് എതിരാളികളില്ലാത്ത ഭരണസമിതിയായി മാറി. വണ്ടൂർ ബ്ലോക്ക് നിയോജക മണ്ഡലം പരിധികളിലെ വണ്ടൂർ, പോരൂർ, തിരുവാലി, മമ്പാട്, തൃക്കലങ്ങോട്, പാണ്ടിക്കാട്, തുവൂർ, കരുവാരകുണ്ട്, കാളികാവ്, ചോക്കാട് എന്നീ പഞ്ചായത്തുകളിലെല്ലാം UDF വ്യക്തമായ ആധിപത്യം നിലനിർത്തി. ശക്തമായ മത്സരം നടന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 24 വാർഡുകളിൽ 13 സീറ്റുകൾ നേടിയാണ് UDF വിജയ കൊടി പാറിച്ചത്. 11 സീറ്റുകൾ നേടി LDF കരുത്തു കാണിച്ചെങ്കിലും 2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. വണ്ടൂർ പഞ്ചായത്തിൽ ശക്തമായ മത്സരം നടന്ന ടൗൺ 20-ാം വാർഡിലും അത്താണിക്കൽ 5-ാം വാർഡിലും LDF സ്വതന്ത്രന്മാർ വിജയിച്ചത് UDFനേറ്റ കനത്ത തിരിച്ചടിയായി. UDFനെ മുൻപിൽ നിന്ന് നയിച്ച UDF ചെയർമാനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ഷൈജൽ എടപ്പറ്റയാണ് 20-ാം വാർഡിൽ പരാജയം നേരിട്ടത്. 239 വോട്ടുകൾക്കാണ് LDF സ്വതന്ത്രനായ EP മുഹമ്മദ് കുഞ്ഞി ഷൈജൽ എടപ്പറ്റയെ പരാജയപ്പെടുത്തിയത്. അത്താണിക്കൽ 5-ാം വാർഡിൽ കോൺഗ്രസ് നേതാവായ VM അഷറഫിനെ 32 വോട്ടുകൾക്കാണ് LDF സ്വതന്ത്രനായ ഗഫൂർ പരാജയപ്പെടുത്തിയത്. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിൽ UDF 14 സീറ്റുകൾ നേടിയപ്പോൾ LDFന് 5 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. CPMന്റെ കോട്ടകളിൽ ഒന്നായ തിരുവാലിയിൽ 11 സീറ്റുകൾ നേടി UDF അട്ടിമറി വിജയം നേടിയപ്പോൾ LDF 8 സീറ്റുകളിൽ ഒതുങ്ങി. മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ 18 സീറ്റുകൾ നേടി UDF വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ ഭരണകക്ഷിയായിരുന്ന LDFന് 4 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലും UDF 18 സീറ്റുകൾ നേടിയാണ് അധികാരം നിലനിർത്തിയത്. LDFന് 6 സീറ്റുകൾ മാത്രമാണ് ഇവിടെ നേടാനായത്. തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലും 18 സീറ്റുകൾ നേടിയാണ് UDF അധികാരം നിലനിർത്തിയത്. LDF 5 സീറ്റുകൾ നേടിയപ്പോൾ 1 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ UDFന് 17-ൽ 17 സീറ്റുകളും ലഭിച്ച തുവൂരിൽ ഇത്തവണ UDF ഭരണം നിലനിർത്തിയെങ്കിലും സീറ്റ് നില 12ലേക്ക് ചുരുങ്ങി. ആകെയുള്ള 19 വാർഡുകളിൽ 7 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ച് മുന്നേറ്റമുണ്ടാക്കി. LDF ഭരിച്ചിരുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള 24 വാർഡുകളിൽ 21 ഇടങ്ങളിലും വിജയിച്ച് UDF അധികാരം തിരിച്ചുപിടിച്ചു. കൊയ്തക്കുണ്ട്, പാന്ത്ര, വീട്ടിക്കുന്ന് വാർഡുകളിൽ മാത്രമാണ് LDFന് വിജയിക്കുവാനായത്. കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിൽ 19 നേടി UDF അധികാരത്തിലെത്തിയപ്പോൾ LDF 3 സീറ്റുകളിൽ ഒതുങ്ങി. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 20 വാർഡുകളിൽ 14 സീറ്റുകൾ നേടി UDF ഭരണം നിലനിർത്തി. 6 സീറ്റുകളാണ് LDFന് ലഭിച്ചത്. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDFനേറ്റത് കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ തിരിച്ചുപിടിച്ചു. UDF മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷമാണ് തിരുവാലിയിൽ ലഭിച്ചത്. ആകെയുള്ള 19 വാർഡുകളിൽ തിരുവാലി പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് UDF വിജയം ഉറപ്പാക്കിയത്. UDF 11 സീറ്റുകൾ നേടിയപ്പോൾ സിറ്റിംഗ് ഭരണസമിതിയായ LDFന് 8 സീറ്റുകൾ മാത്രമാണ് ഇവിടെ നേടാനായത്. വികസന വിഷയങ്ങൾ മുൻനിർത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായി മാറിയെന്ന വിലയിരുത്തലാണ് UDF ക്യാമ്പുള്ളത്. പഞ്ചായത്തിൽ UDFന് ഒറ്റയ്ക്ക് ഭരണം ലഭിക്കുവാൻ ഈ വിജയം വഴിയൊരുക്കി. പല സിറ്റിംഗ് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ച LDFന്റെ തന്ത്രം അപ്പാടെ പരാജയപ്പെട്ടു. LDF പക്ഷത്തു നിന്നും ശക്തമായ മത്സരം നടന്നിരുന്നുവെങ്കിലും നിർണായകമായ ഏതാനും വാർഡുകൾ UDF പിടിച്ചെടുത്തതോടെ ഭരണസ്ഥിതി മാറ്റി സ്ഥാപിക്കപ്പെട്ടു. പുതിയ ഭരണസമിതിയുടെ വരവോടെ തിരുവാലിയിൽ പുതിയ വികസന പ്രതീക്ഷകളാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. UDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇപ്പോഴും പ്രവർത്തകർ പ്രകടനങ്ങളും ആഹ്ലാദ സദസ്സുകളുമൊക്കെ സംഘടിപ്പിക്കുകയാണ്. കാരണം അത്രമേൽ അവർക്ക് വലിയ ഒരു വിജയമാണ് തിരുവാലിയിൽ ഉണ്ടായിരിക്കുന്നത്.
വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം UDF ഇത്തവണ നിലനിർത്തി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തിയത്. ആകെയുള്ള 24 വാർഡുകളിൽ പഞ്ചായത്തിലെ 13 വാർഡുകളിൽ വിജയിച്ചാണ് UDF ഭരണം നിലനിർത്തിയത്. LDFന് 11 വാർഡുകൾ മാത്രമാണ് നേടാനായത്. കഴിഞ്ഞ ഭരണസമിതിയിലെ അതേ ആധിപത്യം ഇത്തവണയും നിലനിർത്തുവാൻ UDFന് സാധിച്ചു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം UDFിലെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ വിജയമെന്ന് UDF നേതൃത്വം പ്രതികരിച്ചു. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട, സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, ഗാർഡ്, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSEB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. മമ്മൂക്കയുടെ ഗ്ലാമറിന്റെ അത്രയൊന്നും വരില്ലല്ലോ. ലാലേട്ടന്റെ ചിരിയുടെ അത്രയും. രാക്ഷസ രാജാവ്, പോക്കിർ രാജ, പ്രജാപതി, മാടമ്പി, കിരീടം, വാനപ്രസ്ഥം, കമലതളം, റാഞ്ചിയേട്ടൻ, ഭ്രമയോ. ടിവിയിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ. പക്ഷേ TV പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കമില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്.
നിലമ്പൂർ തിരിച്ചുപിടിക്കണമെന്ന പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം പൂർത്തീകരിക്കുവാനായതിന്റെ സന്തോഷമാണ് തനിക്കുള്ളതെന്ന് KPCC സെക്രട്ടറിയും നിലമ്പൂർ MLAയുമായ ആര്യാടൻ ഷൗക്കത്ത്. പിതാവ് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിയ വീടിനുള്ളിലെ മുറിക്കകത്തിരുന്നുകൊണ്ടാണ് വികാരാധീനതനായി ആര്യാടൻ ഷൗക്കത്ത് ഇക്കാര്യം പറഞ്ഞത്. എൻ്റെ പിതാവിന് ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇരിക്കുന്നത് എൻ്റെ പിതാവ് ദീർഘകാലം ഇരുന്ന് നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരു മുറിയാണ് വാസ്തവത്തിൽ. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ മുറിയിൽ കിടന്നിട്ട് അദ്ദേഹം UDFിൻ്റെ നേതൃത്വത്തോട്, ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത് നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണം. അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും നിലമ്പൂർ നഗരസഭയിൽ നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിലമ്പൂർ തിരിച്ചു പിടിച്ചു, നിലമ്പൂരിൻ്റെ നഗരസഭയും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അത് ശിരസ പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ട്. എനിക്ക് മാത്രമല്ല, UDFിൻ്റെ മുഴുവൻ ആളുകൾക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നിങ്ങളുടെയൊക്കെ പിന്തുണ ഇനിയും മുന്നോട്ട് പോകാൻ, നല്ല പദ്ധതികളും പരിപാടികളും ഒക്കെ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, UDF കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിലിട്ട് പോയത്, ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയത്, ഓരോന്നോരോന്നായി ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്. നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കണമെന്നായിരുന്നു അവസാന നാളുകളിൽ താനടക്കമുള്ള കോൺഗ്രസുകാരോട് പിതാവ് ആവശ്യപ്പെട്ടിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലവും ഇപ്പോൾ നിലമ്പൂർ നഗരസഭയും മുഴുവൻ പഞ്ചായത്തുകളും ഒന്നിച്ച് ജയിച്ച് പിതാവിന്റെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. പിതാവ് MLA ആയിരിക്കെ 2000-ലാണ് സമാനമായ വിജയം നിലമ്പൂരിൽ UDFിന് ഉണ്ടായത്. അന്നും മൂത്തേടം പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിക്കായിരുന്നു. എന്നാൽ ഇത്തവണ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും UDF വിജയിച്ചത്. ഇടതുമുന്നണിക്ക് അംഗങ്ങളില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തായി നിലമ്പൂർ മാറി. 15 സീറ്റുകളിൽ ഒരിടത്തും ഇടതുമുന്നണിക്ക് വിജയിക്കാനായില്ല. തെരഞ്ഞെടുപ്പിൽ എടക്കരയിൽ വിമതനാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ നിലമ്പൂർ ബ്ലോക്കിൽ UDF 8 സീറ്റും LDF 5 സീറ്റും നേടിയിരുന്നു. നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് അമരമ്പലം പഞ്ചായത്തുകളും കഴിഞ്ഞ തവണ ഇടതുപക്ഷമാണ് വിജയിച്ചിരുന്നത്. നിലമ്പൂർ നഗരസഭയിൽ 5-ൽ 4 ഭൂരിപക്ഷമാണ് UDF നേടിയത്. 36 ഡിവിഷനുകളിൽ 28 നേടാനായത് UDFിന് വലിയ നേട്ടമാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. പോത്തുകല്ലിൽ 19 സീറ്റുകളിൽ 16ഉം UDF നേടി. മൂത്തേടത്ത് ഇടതുപക്ഷത്തെ കേവലം 1 സീറ്റിലേക്ക് ഒതുക്കി 17 സീറ്റിലും UDF വിജയിച്ചു. കഴിഞ്ഞ തവണ ഇരു മുന്നണികൾക്കും 10 വീതം സീറ്റ് നറുക്കെടുപ്പിലൂടെ UDFിന് ഭരണം ലഭിച്ച ചുങ്കത്ര പഞ്ചായത്തിൽ ഇടതുപക്ഷത്തെ കേവലം 4 സീറ്റുകളിലേക്ക് ഒതുക്കി 17 സീറ്റിന്റെ ഭൂരിപക്ഷമാണ് UDF നേടിയത്. UDFിന് നിരുപാധികം പിന്തുണ വാഗ്ദാനം ചെയ്തുവെങ്കിലും മുൻ MLA PV അൻവർ നിലമ്പൂർ നഗരസഭയിൽ 5 വഴിക്കടവിൽ 8 മൂത്തേടത്ത് 2 തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു. അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്ത് വാർഡുകളിലും UDFിന് വേണ്ടി പ്രചരണത്തിന് എത്താനായി. UDF പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനവും ഇടത് സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരായ ജനവികാരവുമാണ് വലിയ വിജയം സമ്മാനിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം UDFിനെന്ന് ഉറപ്പിക്കുന്ന മുന്നേറ്റമാണ് ഇതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. പ്രിയ പ്രേക്ഷകരെ, തദ്ദേശ വിധി ഇന്ന് രാവിലെ മുതൽ നാം തത്സമയം സംപ്രേക്ഷണം ചെയ്തിരുന്നു. സാങ്കേതിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തത്സമയ സംപ്രേക്ഷണം നാം ചെയ്തത്. അതിൽ ഒരുപാട് പ്രേക്ഷകർ നമ്മളെ നേരിട്ട് വിളിച്ച് അവരുടെ പരിഭവങ്ങളൊക്കെ അറിയിച്ചിരുന്നു. തീർച്ചയായും അത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ നാം പരിഹരിക്കുന്നതാണ്. തുടർ സമയങ്ങളിലെല്ലാം ഒരു പ്രാദേശിക ചാനൽ എന്ന പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളിലും ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇടപെടുന്നതും ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മളോട് സഹകരിച്ച സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ കണ്ട നിലമ്പൂരിലെ ജനവിധി സംപ്രേഷണം ചെയ്തത് 1TV ആണ് എന്നതിൽ സ്വീകരിച്ചു എന്നതിൽ ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ പിന്തുണകൾ തുടർന്നും ഉണ്ടാകണം. ആ പിന്തുണയാണ് ഞങ്ങളുടെ ഊർജം എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. 1TV വാർത്തകൾ
നിങ്ങൾക്കായി സമർപ്പിച്ചത് ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.